എന്റെ പ്രശ്നം എന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ സ്ട്രെസ് ആണ് എന്റെ ഒരു പ്രശ്നം. ഒത്തിരി മാറ്റം വന്നു എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. ഞാനൊരു ഓൾമോസ്റ്റ് കറക്റ്റായി വന്നു എന്നെനിക്കൊരു വിശ്വാസം എനിക്ക് ഈ 2 ദിവസത്തിൽ എനിക്ക് വന്നു. ആദ്യം സർവേശ്വരനോട് നന്ദി പറയുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്നു, വീട്ടിലെ പണികളൊക്കെ ചെയ്ത് പഠിത്തമൊക്കെ എത്തി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിലോട്ട് ഞാൻ എത്തിച്ചേരുമെന്ന്. അത് പറയുമ്പോൾ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നറിയത്തില്ല, കണ്ണു നിറയുന്നു. വലിയൊരു അച്ചീവ്മെന്റ് ദൈവം എനിക്ക് തന്നു. എന്റെ കൂട്ടുകാരുടെ ഒക്കെ ഒപ്പത്തിനേക്കാളും അപ്പുറത്തോട്ട് ഒരു പോസ്റ്റിലോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റി. അതിനെല്ലാം കൊടുത്ത് നിന്ന് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലോട്ട് പിന്നെയും തിരിച്ചു വരാൻ എനിക്ക് പറ്റി. നമ്മളെല്ലാവരും വീണ്ടും കണ്ടോട്ടം ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം എന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ സ്ട്രെസ് ആണ് എന്റെ ഒരു പ്രശ്നം. ജോലി സംബന്ധമായിട്ടും മറ്റു ചെറിയൊരു കാരണം ചോദിച്ചെങ്കിൽ എല്ലാവരും അടുത്തൊന്നും അറിയാം. അതുകൊണ്ട് പറ്റിയൊരു സംഭവം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എങ്കിലും കൺട്രോളിൽ ആയിരുന്നു. പക്ഷെ എനിക്കൊരു ഹെൽപ്പിന് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ് വഴി സാർ അത് ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. താങ്ക് യു. അപ്പൊ അങ്ങനെ അതിനകത്ത് കണ്ടതിന്റെ പിറ്റേന്ന് തന്നെ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ സെഷൻ ആയിരുന്നു, വെനസ്ഡേ വരുന്ന സെഷൻ. അത് കണ്ട് അന്ന് തന്നെ കിലാരിമാടത്തിനോട് സംസാരിച്ചു. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കോർഡിനേറ്റ് ചെയ്തു. 2 മാസമായിട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഒത്തിരി മാറ്റം വന്നു എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനും. കാരണം എന്റെ ജോലി അത് തന്നെയാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കാൻ ഒരു പിള്ളേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പം പറയണമെന്നുണ്ട്, ഉള്ളിന്ന് വരുന്നുണ്ട്, പക്ഷെ ചിലപ്പം സ്റ്റക്കായി പോവായിരുന്നു. അതെന്റെ സ്ട്രെസ്സായിരിക്കാം. അതിൽ നിന്നെല്ലാം എനിക്ക് ഒത്തിരി വിടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം കിഷോർജി ഇങ്ങനെ ഒരു സ്ഥാപനം സംരംഭം തുടങ്ങാനും പലരുടെയും മാനസിക നില, എല്ലാവർക്കും സാർ എല്ലാവരും പറഞ്ഞ പോലെ വെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഉണ്ടാകാം, പക്ഷേ പണ്ഡിറ്റ് സാർ പറഞ്ഞ പോലെ മെന്റൽ ബാലൻസ് അതെനിക്ക് കിട്ടി. 5 തരത്തിലുള്ള 2-3 ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒരെണ്ണം കുറഞ്ഞു പോയായിരുന്നു. അതായിരുന്നു മനോബലം. അത് കിട്ടി എനിക്ക്. അപ്പം ഇതെല്ലാം തരാനിടയാക്കിയ കിഷോർജിക്കും എൻ്റെ ക്രൂസിനും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാവർക്കും, സ്പെഷ്യലി ഒരു കൗൺസിലർ പുറകിൽ ഇരിപ്പുണ്ട്, കില്ലാരി മാഡം. ആള് കില്ലാടിയാണ്. എല്ലാവരെയും ഈ ക്ലാസ് മാമിനാണ് എല്ലാവരെയും കയ്യിലെടുത്ത് സംസാരിക്കാനും എല്ലാവരുടെ വിഷമം കേൾക്കാനും. ഞാനൊക്കെ ഒരു പ്രാവശ്യം 12 മണി സമയത്താണ് കണ്ട മാമയെ വിളിച്ചത്. ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് ഇതുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യം ക്ഷമ ചോദിച്ചോട്ടെ, എനി ടൈം വിളിച്ചോളാൻ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. മാമിന്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. ഞാനൊരു ഓൾമോസ്റ്റ് കറക്റ്റായി വന്നു എന്നെനിക്കൊരു വിശ്വാസം എനിക്ക് ഈ 2 ദിവസത്തിൽ എനിക്ക് വന്നു. ഇന്നത്തെ സെഷൻ ഒത്തിരി വർത്തഫുള്ളായി. എനിക്ക് തന്നെ ഫീൽ ആകുന്നുണ്ട് ഞാൻ എവിടെയോ പോയിരുന്നു, ഞാൻ തിരിച്ചു ട്രാക്കിലോട്ട് വന്നു. അതിനിടയാക്കിയ എല്ലാവർക്കും, പ്രാണദർശന്റെ എല്ലാ ഭാരവാഹികൾക്കും, അതിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചുവാക്കി വിടാം.